ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു BMTC ബസ്സിൽ കയറി ചുറ്റാമെന്ന്. ബാംഗ്ലൂർ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നാണ് BMTCയുടെ പൂർണ്ണരൂപം. BMTC പ്രൊവൈഡ് ചെയ്യുന്ന 70 രൂപയുടെ പാസ് എടുത്താണ് ഇന്നത്തെ എൻ്റെ യാത്ര. രണ്ട് വിധത്തിൽ നമുക്ക് ഈ പാസ് എടുക്കാൻ സാധിക്കും, ഓൺലൈനായും ഓഫ്ലൈനായും. രണ്ട് വിധത്തിൽ എടുക്കണമെങ്കിലും നമ്മുടെ കയ്യിൽ ID കാർഡും 70 രൂപയും വേണം. ഓൺലൈനായി പാസ് എടുക്കാൻ ടുമോക്കോ എന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഓൺലൈൻ പേയ്മെൻറ്റ് നടക്കുക. അപ്പോൾ നമുക്ക് പാസ് കിട്ടും. ബസ്സിൽ കയറുമ്പോൾ QR കോഡ് സ്കാൻ ചെയ്യുക. അങ്ങനെ 70 രൂപയ്ക്ക് വൺ ഡേ മുഴുവൻ ബാംഗ്ലൂർ ചുറ്റിക്കറങ്ങാം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഓം കളക്ഷൻസിലോട്ടാണ്. അങ്ങനെ ഞങ്ങൾ ചെന്നെത്തിയപ്പോൾ ആദ്യം കണ്ട കാഴ്ച മുല്ലച്ചെടി വിൽക്കുന്നതാണ്. നമ്മുടെ നാട്ടിലൊന്നുമില്ല, പക്ഷെ നല്ല രസമുണ്ട് ഈ മുല്ലച്ചെടി വിൽക്കുന്നത് കാണാൻ. ഇത് ഹൊങ്ങസാന്ദ്രയാണ്. ഹൊങ്ങസാന്ദ്ര അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഉത്സവപ്പറമ്പിൻ്റെ എല്ലാവിധ മേളങ്ങളും അവിടെയുണ്ട്. കച്ചവടക്കാർ, രഥങ്ങൾ, താലപ്പൊലിയുമായി നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടന്നു പോയപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. നമ്മുടെ ഉത്സവ പറമ്പിലൊക്കെ നമ്മൾ കാണുന്ന അതേ കാഴ്ചകൾ തന്നെ. അങ്ങനെ ഞങ്ങൾ നടന്നു പോയപ്പോൾ ഒരു ബാഗ് കച്ചവടക്കാരനെ കണ്ടു. നല്ല വിലക്കുറവുണ്ട്, 100 രൂപയുള്ളൂ. ബാംഗ്ലൂരിൻ്റെ പല സ്ഥലങ്ങളിൽ ഇതുണ്ട്. ഞാൻ ഇന്നാൾ മജസ്റ്റിക്ക് പോയപ്പോൾ അവിടെയും കണ്ടായിരുന്നു. 100 രൂപയുള്ളൂ, പക്ഷേ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ബാഗാണ്. വാങ്ങുന്നുണ്ടെങ്കിലും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം വാങ്ങാവുള്ളേ. താലപ്പൊലിയുമായി സ്ത്രീജനങ്ങളും അണിനിരന്നിട്ടുണ്ട്. ഇവരുടെ കയ്യിലുള്ള താലപ്പൊലിയാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. പലതരത്തിലുള്ളത്, പൂക്കൾ കൊണ്ട് വെറൈറ്റി ആയിട്ട് അലങ്കരിച്ചിരിക്കുന്നു. ഉച്ചസമയമായതുകൊണ്ട് തന്നെ പറയണ്ടല്ലോ, നല്ല വെയിലും നല്ല ചൂടുമുണ്ട്. എങ്കിലും ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ്. ഇതാ ദേവിയോടുകൂടിയ താലപ്പൊലി, നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഒരു ഉത്സവപ്പറമ്പിലെത്തുന്നത്. ഇവിടെ നേർച്ച കോഴിയാണെന്ന് തോന്നുന്നു. പല സ്ഥലങ്ങളിലായി കോഴികളെ കൊണ്ടുവരുന്നത് ഞങ്ങൾ കണ്ടിരുന്നു. കുഞ്ഞിനെ തലക്കിട്ട് തൂക്കിയിട്ടിരിക്കുന്ന ഭക്ഷണം എന്താ തുറന്നു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റില്ല, അത് വാങ്ങാനും ആളുണ്ടല്ലോ. ഇത്തരം കുട്ടിക്കമ്മൽ ഷോപ്പുകൾ എവിടെയും സുലഭവുമാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 ടോപ്പുകളാണ് എടുത്തത്. ഞാനും ഒരെണ്ണം എടുത്ത്, ജോസ് ഒരെണ്ണം എടുത്ത്. എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നി, വലിയ റേറ്റൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചപ്പോൾ വിചാരിച്ചൊരു കരിക്ക് വെള്ളം കുടിക്കാമെന്ന്. ബാംഗ്ലൂരിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ തെരുവുകളിലും നമുക്കിങ്ങനെ കരിക്ക് വിൽക്കുന്നവരെ കാണാം. വലിയ കുഴപ്പമില്ല, നമുക്ക് ക്ഷീണമൊക്കെ അത്യാവശ്യം മാറും. ഒരു കരിക്കിന് 30 രൂപയാണ് ഞങ്ങളിവിടെ പേ ചെയ്തത്. കരിക്ക് നമുക്ക് പല റേറ്റിൽ കിട്ടും. കൂടിയ റേറ്റ് ആകുമ്പം ഉള്ളിലത്തെ സാധനത്തിന് കട്ടി ഉണ്ടാവും. അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞിത വാങ്ങി. അപ്പോൾ അതിനകത്ത് മെയിൻലി വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. കുടിക്കാൻ വേണ്ടി നമുക്ക് സ്ട്രോയൊക്കെ ഇട്ട് തരും. അങ്ങനെ ഞങ്ങൾ കരിക്കൊക്കെ കുടിച്ചു. അങ്ങനെ പിന്നീട് ഞങ്ങൾ മജസ്റ്റിക്കിലോ പോയത്. അവിടുത്തെ വീഡിയോസൊന്നും അധികമായിട്ട് എടുത്തില്ല. ഇവിടെ നിന്ന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് ഡയറക്റ്റ് മെട്രോ ഉണ്ട്. മെട്രോ ആകുമ്പം ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ഇന്ന് സൺഡേ ആണ്. അപ്പം ബൈ ബൈ, സി യു. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.